ധന്യ, ഈ രാഹുൽ മാങ്കൂട്ടം അനുഗ്രഹിച്ച് രാവിലെ മുതൽ നല്ല ഓളമാണ്. എന്താ പറയുക, നമ്മൾ കരുതിയിരുന്നത് കേരളത്തിൻ്റെ അടുത്ത ഭാവികാല രാഷ്ട്രീയം അത് നയിക്കാൻ പ്രാപ്തനായ ഒരു യുവ നേതാവ് എന്ന നിലയിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ വിലയിരുത്തിയിരുന്നത്. കാരണം അദ്ദേഹം ഏത് വിഷയത്തെക്കുറിച്ചും വളരെ ആധികാരികമായി സംസാരിക്കുന്ന ഒരാളാണ്. നാക്കാണ് പുള്ളിയുടെ ആയുധം. അതെല്ലാ അർത്ഥത്തിലും നാക്ക് തന്നെയാണ് എന്നുള്ളത് അദ്ദേഹം ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചില വാട്സാപ്പ് ചാറ്റ് സ്ക്രീൻഷോട്ടുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നു. അപ്പോൾ ശബ്ദ സന്ദേശത്തിൽ നമ്മൾ കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. അപ്പോൾ നാക്ക് തന്നെയാണ് അവിടെയും പ്രശ്നം. ഇപ്പോൾ സ്ക്രീൻഷോട്ടുകൾ വന്നിരിക്കുന്നു. അപ്പോൾ ആ തെളിവുകൾക്ക് കുറേ കൂടി ബലം വരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ധാർമ്മികത ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ധാർമ്മികത നോക്കി ഇനി സ്വയം രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ച് പുറത്തു തള്ളണം. കാരണം കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ ജനാധിപത്യത്തെ ആ രീതിയിൽ ഉൾക്കൊള്ളുന്നവർ ഒന്നും തന്നെ അത്രക്കാർക്കൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത സാധനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ സ്ക്രീൻഷോട്ടുകളിലെ ഉള്ളടക്കം എന്താണ് തന്നെയാണ്? അതിനു മുൻപേ ഞാൻ പറയട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിന് നാക്കല്ല പ്രശ്നം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറ്റൊരു കാര്യമാണ് പ്രശ്നം. ഈ കഴപ്പ് മൂത്ത് കിടക്കുന്നവന് നാക്കല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്. അവന്റെ ശരീരത്തിൽ വെള്ളം കുടിച്ചാൽ ചിലപ്പോൾ പരിഹാരം ഉണ്ടായേക്കും. അല്ലേ, ഇത് കടുക്ക വെള്ളത്തിലും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നുകിൽ പൊന്നാനി വരെ കൊണ്ടുപോയി മൊത്തത്തിൽ അങ്ങ് മുറിച്ച് കളയണം, അല്ലെങ്കിൽ ആ ഭാഗം മറ്റേ 22 ഫീമെയിൽ കോട്ടേഴ്സ് സിനിമ ഉണ്ടല്ലോ, അതില് മറ്റേ മുറിച്ച് കളഞ്ഞിട്ട് ട്യൂബ് ഇട്ടതുപോലെ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. അല്ലാതെ ഇത് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ചാറ്റുകൾ പുറത്തു വന്നപ്പോൾ ഈ നേതാവാണെങ്കിലും ജനപ്രതിനിധിയാണെങ്കിലും മനുഷ്യൻ ആത്യന്തികമായി എല്ലാ വികാരങ്ങളുമുള്ള ഒരു ജീവിയാണല്ലോ മനുഷ്യൻ എന്ന് പറയുന്നത്. പിന്നെ ഈ മറ്റ് സ്ത്രീകളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം കാമാസക്തി ഒരു വിധത്തിൽപ്പെട്ട കഴപ്പുമൂത്ത് എല്ലാ പുരുഷന്മാർക്കും ഉണ്ടാവും. അതെ, ഞരമ്പ് രോഗം അത് എല്ലാവർക്കും ഉണ്ട്. ഈ രാത്രി കാലങ്ങളിൽ ഈ ഫേസ്ബുക്കില് സ്ത്രീകൾ ഒരു 11 മണിക്ക് ശേഷം ഫേസ്ബുക്കിൽ പച്ച വെളിച്ചം കണ്ടാൽ അപ്പ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ആഹാരം കഴിച്ചോ, അപ്പം ഉറങ്ങിയോ, എന്താ മിണ്ടാത്തെ, അപ്പം ഇപ്പൊ എന്നോടൊക്കെ അങ്ങനെ ചോദിച്ചാൽ ഞാൻ പറയാം നിന്റെ വീട്ടിൽ പോയി നിന്റെ അമ്മയോട് ചോരടാ എന്ന് പറയാം. അപ്പൊ അവന്റെ തിരിച്ച് മറുപടി അമ്മയോട് ചോദിച്ചിട്ടാ നിന്നോട് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറയും ഇനി നിനക്ക് മൂത്ത് കിടക്കുകയാണെങ്കിൽ വല്ല മുള്ളും ഒരിക്കലും പോയി കയറ്, ഇങ്ങോട്ട് വരണ്ട എന്ന് പച്ചയ്ക്ക് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാറുണ്ട്. അപ്പോ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചാറ്റുകളിൽ നീ ഒരു സുന്ദരിയാണ്, സൗന്ദര്യം ഉള്ളത് കൊണ്ടാണോ നീ ജാടക്കരി, ചില സ്ത്രീകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, കുറച്ച് സൗന്ദര്യം ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു സംശയം. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരന്തരമായി ഈ ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളാണ്. പല വിഷയങ്ങളെ കുറിച്ചും വളരെ ആധികാരികമായിട്ട് സംസാരിക്കുന്ന ആളാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് പുള്ളിക്ക് ഇതിനു വേണ്ടി നല്ലപോലെ പഠിച്ച് സമയമെടുത്ത് പഠിച്ച് അല്ലേ, പൊതുപ്രവർത്തകനാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഇപ്പോൾ MLA കൂടി ആയതുകൊണ്ട് മണ്ഡലത്തിലുള്ള പലരും പല ആവശ്യങ്ങൾക്ക് വേണ്ടി കാണാൻ വരും. ചിലർ പല ഉദ്ഘാടനങ്ങൾക്കും മറ്റും ക്ഷണിക്കാൻ വരും. അപ്പോൾ തിരക്ക് പിടിച്ച പരിപാടി, യാത്രകൾ നിരന്തരമായി ചെയ്യേണ്ടി വരും. അപ്പോൾ എങ്ങനെയൊക്കെ പോയാലും ഒരു രാത്രി 10-10:30 ആകുന്നത് വരെ പുള്ളി സജീവമാണ്. ക്ഷീണിച്ച് ഉറങ്ങേണ്ട സമയമാണ്. അപ്പൊ അതിനിടയിലൊക്കെ ഇതിനൊക്കെ എവിടുന്ന് സമയം കണ്ടെത്തുന്നു? എനിക്കതാ റിലാക്സേഷൻ ആരാണ് ആഗ്രഹിക്കാത്തത്? പക്ഷെ റിലാക്സ് കൂടിപ്പോയാൽ പ്രശ്നമാണ് എന്നുള്ളതാണ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ സ്ത്രീകൾക്കൊരു പ്രധാന പ്രശ്നമുള്ളത്, കുറച്ച് കാണാൻ കൊള്ളാമെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തറയിലൊന്നുമല്ല, ആകാശവും ഭൂമി ഇല്ലാത്ത പോലെ പറന്നു നടക്കും. അതാണ് ചില ആളുകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. എല്ലാ സ്ത്രീകളെ ആ കൂട്ടത്തിൽപ്പെടുത്താം ഇല്ല, ചില സ്ത്രീകളെന്നാണ് ഞാൻ പറഞ്ഞത്. അത്തരം ഈ മേനി പറച്ചിലുകളിൽ വീണു പോകുന്ന ഒരു ചെറിയ വിഭാഗം ഉണ്ട്. അപ്പോ അവരോട് പോയിട്ട് കാണാൻ നീ സുന്ദരിയാണ്, അതുകൊണ്ടാണ് നിനക്ക് ഈ ജാട, ഞാൻ അങ്ങനെ പിന്നെ സംസാരിക്കുന്ന ഒരു സ്ത്രീ അതിൽ അനിയൻ എന്ന് വിളിച്ചപ്പോൾ ഞാൻ നിന്റെ അനിയനല്ല, എന്റെ പൊളിറ്റിക്കൽ ബ്രോ എന്ന് വിളിച്ചപ്പോൾ അല്ല, ഞാൻ നിന്റെ സഹോദരനല്ല, ഞാൻ ഈ കേരളത്തിലെ സകല പെൺകുട്ടികളുടെ സഹോദരനാണെന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് പറയുന്നത്. ഞാൻ സഹോദരനല്ല, എനിക്ക് സഹോദരനാകണ്ട, കാരണം ഞാൻ വന്ന ഉദ്ദേശം വേറെയാണ്. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് അതാണ് അവസ്ഥ. സത്യത്തിൽ ഈ രാഹുൽ ഗാന്ധി ഭാവി പ്രധാനമന്ത്രി എന്ന് പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭാവിയിൽ ഒരു മന്ത്രിയാകും. ഞാനൊക്കെ വിചാരിച്ചത് ഒരു ആഭ്യന്തരമന്ത്രി ലെവലിലേക്ക് എത്താൻ കഴിവുള്ള ഒരു ജനപ്രതിനിധിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊക്കെയാണ് ഞാൻ കരുതിയത്. കാരണം കഴിവുള്ള ആളാണ്, അതിൽ സംശയമില്ല. നമ്മുടെ രാഷ്ട്രീയത്തിന് ചിന്താഗതിയിലൊക്കെ മാറ്റങ്ങൾ ഉണ്ട് എങ്കിലും കോൺഗ്രസിലെ ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരെ
എവിടം വരെയൊക്കെ പോകാൻ സാധ്യതകളുണ്ട് എന്നുള്ളത്. അപ്പൊ ആ കൂട്ടത്തിൽ ഒരാളാണ് ഈ വിഷ്ണുനാഥിനെ പോലെയും പിന്നെ ഷാഫി പറമ്പിലിനെ പോലെയും ഒക്കെ ഒരുപിടി മുന്നിൽ നിൽക്കുന്ന ഒരാൾ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹത്തിന്റെ ജനപ്രതിനിധി എന്നുള്ള കാര്യത്തിൽ അതിൽ ആർക്കും എതിരഭിപ്രായമൊന്നുമില്ല. പക്ഷേ ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ സമൂഹത്തിനോട് ഒരുപാട് കടപ്പാട് ബാധ്യതയൊക്കെ ഉള്ള ഒരാളാണ് അദ്ദേഹം. രാത്രി കാലങ്ങളിൽ ഇങ്ങനെ ഇരുന്ന് ഈ പിന്നെ എന്താ പറയുക, ഈ ഞരമ്പ് രോഗികൾ സംസാരിക്കുന്നത് പോലെ ചാറ്റ്, നിന്റെ നമ്പർ ഇതാ, ഫോൺ നമ്പർ ഇതാ, എന്താ കുട്ടാ നമ്പർ തരാത്തെ, നമ്പർ ഇതാ കുട്ടാ, ചാറ്റ് ചെയ്യാൻ നിനക്ക് താല്പര്യമില്ലേ കുട്ടാ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയ. എന്നെ ചിന്തിപ്പിക്കുന്ന അതല്ല പ്രേമലല്ല, എന്നെ ചിന്തിപ്പിക്കുന്നത് ഈ മാധ്യമ പ്രവർത്തകരെന്ന് പറയുന്നത് എല്ലാത്തിനും എതിരെ ശബ്ദമുയർത്തുന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു സ്ത്രീ വിഷയം വന്നപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ എടുത്തിട്ട് അലക്കുന്നത്. അതിൽ എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട് തന്നെയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇരകളിൽ അധികവും ഈ ചാനലിലെ മാധ്യമപ്രവർത്തകരാണ്. അതിൽ ഏറിയ പങ്കും അവതാരകരാണ് എന്നുള്ളതാണ് വാസ്തവം. കാരണം ഈ അവതാരകർ, ഈ ചാനൽ മാനേജ്മെന്റുകളുടെ ഏറ്റവും വലിയ കുഴപ്പമാണ് ഈ കാണാൻ ഈ സൗന്ദര്യത്തിന്റെ അളവുകോലുകൾ വെച്ചാണ് അവതാരകരെ നിശ്ചയിക്കുന്നത്. ഈ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ആത്യന്തികമായി ബൗദ്ധികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്, ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട പരിപാടിയാണ്. പക്ഷേ അവതാരകർക്ക് ഈ മാധ്യമ മുതലാളിമാർ സങ്കല്പിക്കുന്ന ഈ പ്രത്യേകിച്ച് സ്ത്രീ അവതാരകർ, അവർക്ക് ഈ ബുദ്ധി വേണമെന്നില്ല, കാണാൻ ഇത്തിരി ഭംഗി, ആകാര ഭംഗി മാത്രമാണ് നോക്കുന്നത്. അപ്പൊ ഇത്തരം ഈ തലയിൽ ആൾതാമസം ഇല്ലാത്ത ഇത്തരം കൂട്ടങ്ങൾ ഇമാതിരി ആൾക്കാർ വരുമ്പോൾ പെട്ടെന്ന് അങ്ങ് വീഴും. പണ്ട് ഞാനൊരു ചാനലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ ചാനലിലെ മുതലാളി പറഞ്ഞതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. രാത്രി 10 മണിക്ക് ശേഷം ഗൾഫ് ന്യൂസ് വായിക്കാൻ കാണാൻ സൗന്ദര്യമുള്ള പെൺകുട്ടികളെ വേണം ഇടാൻ. കാരണം ഈ ഗൾഫിലെ പ്രവാസികളൊക്കെ രണ്ടെണ്ണം അടിച്ചിട്ടിരിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടികളെ കാണുന്നതാണ്, അവർക്ക് കാണാൻ വേണ്ടി മാത്രം അവർ ആ ചാനൽ വയ്ക്കൂ അത്രേ. അതുകൊണ്ട് ആ സമയത്ത് കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ വേണം ഇവിടെ. ദൈവഭാഗ്യത്തിന് നമുക്ക് പിന്നെ സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ട് അത്തരം നമ്മളെ ബാധിച്ചിട്ടില്ല. അതിപ്പോ ഒരു തന്ത്രമായി മാറിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ പരമ്പരാഗത വാർത്താ വായന സങ്കല്പം എന്ന് പറയുന്നത് മാന്യമായ വസ്ത്രധാരണം എന്ന് പറഞ്ഞാൽ ഈ പരമ്പരാഗത രീതിയിലുള്ള വസ്ത്രധാരണമൊക്കെ ആയിരുന്നു. പക്ഷെ അതിപ്പോൾ മാറി അൾട്രാ മോഡേൺ വസ്ത്രധാരണമൊക്കെ ഉപയോഗിച്ച് പരമാവധി ശരീരം പ്രദർശിപ്പിക്കുന്ന തരത്തിലാണ് പല മാധ്യമ സ്ഥാപനങ്ങളും അവതാരകരെ, പുരുഷന്മാർക്ക് ആ പ്രശ്നമില്ല, അവതാരകരെ പ്രത്യേകിച്ച് സ്ത്രീ അവതാരകരെ പ്രദർശിപ്പിക്കുന്നു ഉദ്ദേശം. അപ്പൊ ഇത്തരം ഞരമ്പ് രോഗികൾക്ക് അതൊരു സൗകര്യം കൂടിയാണ്, ഞരമ്പ് രോഗികൾക്ക് ഒരു ചൂണ്ടയിടാനുള്ള ഒരു അവസരം കൂടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോ നമ്മൾ മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടി കിടന്ന് നിരന്തരം മറ്റുള്ളവർക്ക് വേണ്ടി ആക്രാന്തി. ഇപ്പൊ എന്തിനേറെ പറയുന്നത്, ദിലീപിന്റെ ഒരു പ്രശ്നം ഉണ്ടായപ്പോ ദിലീപിനെ വീട്ടിൽ കിടത്തി ഉറക്കാത്ത മാധ്യമങ്ങളാണ് ഇവിടെ ഉള്ളത്. അദ്ദേഹം ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ളത് പിന്നീടുള്ള വിഷയം. അതിനുമായി ബന്ധപ്പെട്ട് സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല ആ പാവത്തിന്. പക്ഷേ അത് പാവമാണോ ഭയങ്കരമാണോ എന്നൊക്കെ ഉള്ളത് പിന്നീട് അറിയട്ടെ. ഇവിടെ ഒരു മാധ്യമ പ്രവർത്തകയോടാണ് ഗർഭചിത്രം നടത്താൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു മാധ്യമ പ്രവർത്തകയോടാണ് നിന്റെ കൊച്ചിന് ഞാൻ തന്തയാകില്ല എന്ന് പറയുന്നത്. ഇവിടെ ഒരു മാധ്യമ പ്രവർത്തകയോടാണ് നീ തന്തയില്ലാത്ത കൊച്ചിനെ പ്രസവിക്കുന്നത് എനിക്കൊന്ന് കാണണമെന്ന് പറയുന്നത്. എന്നിട്ടും ഇവിടത്തെ ഈ വമ്പന്മാരെന്ന് പറഞ്ഞ് കച്ചകെട്ടി നടക്കുന്ന, ലോകം മുഴുവൻ എൻ്റെ കാൽച്ചുവട്ടിലാണെന്ന് പറഞ്ഞ് നടക്കുന്ന, വീരവാദം മുഴക്കി നടക്കുന്ന ഏതെങ്കിലും ഒരു ചാനൽ അവതാരകനോ അവതാരികയോ ഇതിനെതിരെ ശബ്ദമുയർത്തിയോ ഇതിനെതിരെ ആ പെൺകുട്ടിയുടെ നീതിക്ക് വേണ്ടി നിന്നോ എന്നുള്ളതാണ് ചോദ്യം. അതിനെതിരെ ശബ്ദമുയർത്തിയ കുറെ ഓൺലൈൻ മാധ്യമങ്ങൾ അവർക്കെതിരെ കൊണ്ടുവന്ന് പരാതിയും കൊടുത്തു. ഈ പരാതി കൊടുത്തവർക്ക് ഇപ്പോ ധൈര്യമായി വന്ന് അവരുടെ ചാനലിൽ നിന്ന് പറയാൻ ധൈര്യമുണ്ടോ? ആ പെൺകുട്ടിക്ക് വേണ്ടി ഞങ്ങൾ ഇതാ ശബ്ദമുയർത്തുന്നു. അതിലൊരിക്കലും ചെയ്യില്ല. കാര്യം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർ നേരത്തെ പറഞ്ഞെല്ലാം വാസ്തവമാണെന്ന് വരില്ലേ. നേരത്തെ അവർ ഈ പരാതി ഒതുക്കാൻ ശ്രമിച്ചെന്നും സൂര്യനും അസ്തമിക്കാറായി പരാതി ഒതുക്കാൻ ശ്രമിച്ചു എന്നുള്ള ആക്ഷേപം അതിനെ ബലപ്പെടുത്തും. കാര്യം അപ്പൊ പറയാതെ ഇപ്പൊ പറഞ്ഞിട്ട് എന്ത് കാര്യം? അതെ, അത് പ്രസക്തമായ സംഗതിയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ല, ആ പെൺകുട്ടി തുടക്കം ഇത് തന്നിൽ നിന്ന് കൈവിട്ട് പോകുന്നു എന്ന് അറിഞ്ഞ നിമിഷം മുതൽ ആ പെൺകുട്ടി അറിയിക്കേണ്ടവരെല്ലാം ഇത് അറിയിച്ചിട്ടുണ്ട്. കാരണം ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ആ വാഗ്ദാനം നൽകിയാണ് പല തവണ അതിനെ ശാരീരികമായി ഉപയോഗിച്ചത്. ആ ഒരു കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ സമയത്ത് ഈ ലൈംഗികമായി ബന്ധപ്പെടാൻ പോയ സമയത്താണ് ഈ കുഞ്ഞുണ്ടായതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പിന്നീട് അതിനെ കുഞ്ഞുണ്ടായി എന്ന് കണ്ടപ്പോൾ അതിനെ കൈയൊഴിഞ്ഞു. അത് ആ സമയത്ത് തന്നെ ഈ ഗർഭചിത്രം നടത്താൻ പോകുന്നതിന് മുൻപ് തന്നെ ഒരു കാരണവശാലും ഞാൻ അബോർഷൻ ചെയ്യില്ല എന്ന് അത് കൃത്യമായി നിലപാടെടുത്തു. അത് പറയേണ്ടവരോടൊക്കെ പറഞ്ഞു. പക്ഷേ ചില ആളുകൾ, എന്താ പറയുക, ഈ താങ്ങി നിർത്തുന്ന കുറെ ബിംബങ്ങളുണ്ടല്ലോ, ഇവരുടെയൊക്കെ സമ്മർദ്ദത്തിന് വഴങ്ങി ആ പെൺകുട്ടിക്ക് അത് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. അതിന് നമുക്ക് ഒരിക്കലും ആ പെൺകുട്ടി, ആ മാധ്യമപ്രവർത്തകയെ കുറ്റം പറയാനേ കഴിയില്ല. അത് എത്ര ബുദ്ധിയുള്ളവരാണെങ്കിലും ചില ഇടങ്ങളിൽ വീണു പോകുമല്ലോ. അങ്ങനെ വീണു
വീണുപോയതല്ല, വിശ്വസിച്ച് പോയതാണ്. ആ വിശ്വാസത്തെ മുതലെടുത്ത ഇവനെ പ്രൊട്ടക്ട് ചെയ്താ നിൽക്കുന്നവരെ ഒന്നും വെറുതെ വിടരുത് എന്ന് മാത്രമേ ഉള്ളൂ. സൂര്യൻ ഉദിക്കുക മാത്രമല്ല, അസ്തമിക്കുകയും ചെയ്യും.